സമസ്ത ഹോംസിൻ്റെ ഇത് കാട്ടാക്കട കുരുതംകോടുള്ള സൈറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഉറപ്പുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് ഫൗണ്ടേഷൻ പാറ കല്ല് വെച്ച് തന്നെയാണ് നമ്മളിവിടെ കെട്ടിയിരിക്കുന്നത്. ഇവിടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നിട്ട് നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് 1650 ഈ വീട് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ പ്ലോട്ട് നമ്മൾ പുള്ളി മേടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചത് നമ്മളിവിടെ വന്നത്. അപ്പം പുള്ളി ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓണർ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളിത് കെട്ടി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിലെത്തേക്ക് ബൗണ്ടറി കെട്ടാമെന്നുള്ള ഒരു കൺസിഡറേഷനാണ് നമ്മൾ നിന്നത് പുള്ളി പറഞ്ഞത്. പക്ഷേ നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളത് ബൗണ്ടറി കെട്ടണമെന്നുള്ളത് നിർബന്ധം പുള്ളിയെടുത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ബൗണ്ടറി കെട്ടാനുള്ള ഏർപ്പാട് ഇപ്പോൾ ചെയ്തത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു പ്ലോട്ട് മേടിച്ചാലും മേടിക്കുന്ന സമയത്ത് തന്നെ ആ തരുന്ന ആളുടെ അടുത്ത് തന്നെ പറഞ്ഞ് നമ്മൾ ആ ബൗണ്ടറി കെട്ടി തിരിച്ചതിന് ശേഷം വേണം എപ്പോഴും അളവെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരും. അതിൻ്റെ ഉദാഹരണമാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഇതിപ്പം കെട്ടിയതുകൊണ്ട് ഇത്രയിൽ നിന്ന്, പക്ഷേ ഇത് വീണ്ടും താമസിച്ചിരുന്നെങ്കിൽ ഫൈനൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലും നഷ്ടം ഇവർക്ക് വന്നേനെ. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇതിൻ്റെ ബൗണ്ടറി. വാങ്ങിച്ച സമയത്ത് പുള്ളി അളന്നെടുത്ത സ്ഥലം ഇതാണ്. ഈ സർവേ കല്ല് ബൗണ്ടറിക്കകത്താണ് നിൽക്കുന്നത്. പക്ഷേ ഇതിപ്പം ബൗണ്ടറി കെട്ടാൻ വന്ന സമയത്ത് ഇവിടെ റോഡായത് കാരണം ഇവിടെ ചില ഇഷ്യൂകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇതിനകത്ത് വെച്ചാണ് ഇപ്പോൾ കെട്ടിക്കുന്നത്. അത് അങ്ങനെ നമ്മൾ വഴിയാകുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള വിഷയങ്ങൾ ഭാവിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. റോഡ് വീതി കൂടുമ്പോഴത്തേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോഴും കെട്ടിയതുകൊണ്ട് ഇത്രയും ഭാഗത്തിൽ നിന്നു. ഈ വീട് വെച്ചതിന് ശേഷം ഭാവിയിലാണ് ഇത് കെട്ടിയിരുന്നുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ വികസനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് വീണ്ടും അകത്തോട്ടാവും. മനസ്സിലായില്ല? അപ്പം നഷ്ടം നമുക്കാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റോഡിന് വഴി കൊടുക്കണോണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്കാണ് നഷ്ടം വന്നിരിക്കുന്നത്. ആ സ്ഥലം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതാണ് ഇത്രയും. അപ്പോൾ അതിൻ്റെ വസ്തു പോയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വസ്തു നമ്മൾ വാങ്ങുന്ന സമയം വസ്തു വാങ്ങുന്ന സമയം ഓണറടുത്ത് തന്നെ നമ്മൾ പൈസ കൊടുത്തിട്ടാലും കുഴപ്പമില്ല, ബൗണ്ടറി കെട്ടിയതിന് ശേഷം ആ ബൗണ്ടറി കെട്ടിയതിൽ നിന്ന് നമ്മൾ അളവ് പിടിച്ച് വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരത്തില്ല. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാത്രമല്ല, നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്തായാലും നമുക്ക് വണ്ടി ലോഡ് കയറ്റാൻ വേണ്ടി വണ്ടി കയറ്റുമ്പോഴത്തേക്കായാലും നമ്മൾ ചിലപ്പോൾ മതിലുള്ള വസ്തു നമ്മൾ പൊളിക്കേണ്ടി വരും. മതിൽ പൊളിക്കുമ്പോഴത്തേക്കും അടിസ്ഥാനം ഒരു കാരണവശാലും പൊളിക്കരുത്. അടിസ്ഥാനം നിർത്തിക്കൊണ്ട് വേണം നമ്മൾ പൊളിക്കുകയാണെങ്കിലും ചെയ്യേണ്ടത്. കാരണം അടിസ്ഥാനം പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ അത് വീണ്ടും കെട്ടിയെടുക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ മുകളിൽ നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ കെട്ടി നമ്മൾ നിർത്തിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതിൻ്റെ മതിൽ കെട്ടുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കെട്ടാം. ആരും നമ്മളെ തടയത്തില്ല. കാരണം നമ്മളെ ബൗണ്ടറി ഫിനിഷ് ആയിട്ടുണ്ട്. ബൗണ്ടറി എല്ലാം കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വെച്ച് കെട്ടാം. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ എടുത്തേക്കുന്നത്. ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കെട്ടിയതുകൊണ്ട് ഇത്രയും വന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കെട്ടിയിരുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്തോട്ട് വീണ്ടും നീക്കേണ്ടി വരുമായിരുന്നു.